ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തിയറം 5, ലെറ്റ് I be a closed bounded interval and let f from I to R be continuous on I. Then the set f of I equal to set of all f of x such that x belongs to I is a closed bounded interval. എന്താ പറയുന്നത്, ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇമേജ് സെറ്റും എന്ത് തന്നെയായിരിക്കും? ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലായിരിക്കും. ഓക്കെ, പ്രൂഫ് നോക്കാം. ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ ദി ഇൻ്റർവെൽ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ഐ ആൻഡ് ലെറ്റ് എം ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐ ആൻഡ് ക്യാപിറ്റൽ എം ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ. Then clearly f of I is a subset of closed interval m, capital M. എങ്ങനെ പറയാത്? സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐ ആണ്. അതായത് ആ ഫങ്ഷന് റേഞ്ച് സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഫങ്ഷൻ്റെ റേഞ്ച് സെറ്റിലെ ഏറ്റവും മിനിമം വാല്യൂ ആണ് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത്. ഏറ്റവും മാക്സിമം വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ ക്യാപിറ്റൽ എം ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് വാല്യൂസിൻ്റെയും ഇടയിലാണ് ബാക്കിയുള്ള ഫങ്ഷൻ്റെ വാല്യൂസൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ സ്മോൾ ലെറ്റർ എം, ക്യാപിറ്റൽ എമ്മിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. നൗ ബൈ മാക്സിമം മിനിമം തിയറം there exists points alpha and beta in I such that f of alpha equal to supreme of f of I equal to capital M and f of beta equal to infimum of f of I equal to small letter m. ക്യാപിറ്റൽ എമ്മും സ്മോൾ ലെറ്റർ എം എവിടെയുണ്ട്? എഫ് ഓഫ് ഐയിലുണ്ട്. ഓക്കെ, മാക്സിമം മിനിമം തിയറം എന്താ പറഞ്ഞിരുന്നത്? ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷന് ആബ്സലൂട്ട് മാക്സിമം ആബ്സലൂട്ട് മിനിമം അറ്റെയിൻ ചെയ്യും. ആ അറ്റെയിൻ ചെയ്യുന്ന പോയിൻ്റ് ആ ഫംഗ്ഷൻ ഏത് ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എമ്മും സ്മോൾ ലെറ്റർ എം എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് ഐ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കും. Also for any k with m less than k less than capital M by Bolzano's intermediate value theorem, there exists a point C belongs to I such that f of C equal to k. Hence k belongs to f of I. നമ്മൾ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന് തൊട്ട് താഴെ ഒരു കൊറോളറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐയും സുപ്രീം ഓഫ് എഫ് ഓഫ് ഐയുടെയും ഇടയിലുള്ള ഏത് പോയിൻറ്റ്സ് കെ എടുത്തു കഴിഞ്ഞാലും കെ ഇമേജായി വരുന്ന ഒരു പോയിൻ്റ് സി നമുക്ക് ഐയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ സുപ്രീമത്തിൻ്റെ ഇൻഫിമത്തിൻ്റെ ഇടയിലുള്ള ഏതൊരു പോയിൻ്റ് കെ ഞാൻ ചൂസ് ചെയ്യുന്നു. കെ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ സ്മോൾ ലെറ്റർ എം, ക്യാപിറ്റൽ എം, വിച്ച് ഇംപ്ലൈസ് കെ ബിലോങ്സ് ടു എഫ് ഓഫ് ഐ. അപ്പോൾ നമുക്ക് എന്താ പറയാം? ക്ലോസ്ഡ് ഇൻ്റർവൽ എം, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എഫ് ഓഫ് ഐയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തൊട്ട് മുകളിൽ നമുക്ക് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എം, ക്യാപിറ്റൽ എമ്മിൻ്റെ സബ്സെറ്റ് ആണെന്നും ക്ലോസ്ഡ് ഇൻ്റർവൽ എം, ക്യാപിറ്റൽ എം എഫ് ഓഫ് ഐയുടെ സബ്സെറ്റ് ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്തെടുക്കാം? എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എം, ക്യാപിറ്റൽ എം ആയിരിക്കും. ഫിഗർ 1.2 താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. From the above figure, it is clear that f of I equal to closed interval small letter m, capital M, but f of I not equal to closed interval f of A, f of B. എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് എ, ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ നിന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റ് എന്താണെന്ന് നിർബന്ധമില്ല. ക്ലോസ്ഡ് ഇൻ്റർവൽ എഫ് ഓഫ് എ, എഫ് ഓഫ് ബി ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എയും എഫ് ഓഫ് ബി എവിടെയൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നതിൻ്റെ റേഞ്ച് സെറ്റ് ശരിക്കും എന്താണ്? സ്മോൾ ലെറ്റർ എം നിന്ന് ക്യാപിറ്റൽ എം വരെയാണ്. ആ റേഞ്ച് സെറ്റാണ് വരുന്നത്. ഓക്കെ, അടുത്തത് തിയറം 6, പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ് തിയറം. ലെറ്റ് ഐ ബി എൻ ഇൻ്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. ദെൻ ദ സെറ്റ് എഫ് ഓഫ് ഐ ഈസ് എൻ ഇൻ്റർവെൽ. ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഒരു ഇൻ്റർവെൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ
കിട്ടുന്ന റേഞ്ച് സെറ്റും എന്ത് തന്നെയായിരിക്കും, ആ ഫംഗ്ഷൻ്റെ റേഞ്ച് സെറ്റും എന്ത് തന്നെയായിരിക്കും, ഒരു ഇൻ്റർവൽ തന്നെയായിരിക്കും. ഓക്കെ, ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ an interval I. We have to prove that f of I is an interval. To show that f of I is an interval, we need the characterization theorem of intervals. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് ഐ ഇൻ്റർവെല്ലാന്ന് അറിയണമെങ്കിൽ ആദ്യം എന്തറിയണം, ക്യാരക്ടറൈസേഷൻ തിയറം ഓഫ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതവർ താഴെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഇഫ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ദാറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 2 points and has the property s x comma y belongs to s and x less than y, which implies closed interval x comma y is a subset of s, then s is an interval. എന്താ പറയുന്നത്, എസ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ആ എസ്സിലെ 2 പോയിൻ്റ് എക്സും വൈ, ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിൻ്റ് 2 ഞാൻ എടുക്കുകയാണ്, എക്സും വൈയും. എക്സ് ലെസ് ദാൻ വൈ ആണ്. പിന്നെ എന്താ പറയുന്നത്, ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് കോമ വൈ ഈ എസ് എന്ന് പറയുന്ന സെറ്റിലുണ്ടെങ്കിൽ, ഏതൊരു എക്സ് വൈ എടുത്താലും ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് കോമ വൈ എന്ന് പറയുന്ന എസ്സിലുണ്ടെങ്കിൽ എസ് എന്തായിരിക്കും, ഒരു ഇൻ്റർവൽ ആയിരിക്കും. ഓക്കെ, ലെറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു എഫ് ഓഫ് ഐ വിത്ത് എക്സ് ലെസ് ദാൻ വൈ. സിൻസ് എക്സ് കോമ വൈ ബിലോങ്സ് ടു എഫ് ഓഫ് ഐ, there exists a comma b belongs to I such that x equal to f of a and y equal to f of b. എന്താ പറയുന്നത്, എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ റേഞ്ച് സെറ്റ്. ഓക്കെ, ആ റേഞ്ച് സെറ്റിലെ 2 പോയിൻറ്റ്സ് എക്സും വൈ എടുക്കുകയാണെങ്കിൽ ആ എക്സും വൈയും ആയി വരുന്ന കറസ്പോണ്ടിങ് അതിനൊരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കില്ല. ആ പ്രീ ഇമേജ് ഇവിടെ എന്താണ്, എയും ബി ആയിട്ട് ഞാൻ എടുക്കുകയാണ്. എഫ് ഓഫ് എ ഈക്വൽ ടു എന്നിട്ട് എക്സ് എന്നും എഫ് ഓഫ് ബി എന്ന് പറയുന്നത് വൈ എന്നായിട്ട് ഞാൻ എടുത്തു. ഓക്കെ, for any k belongs to open interval x comma y, that is x less than k less than y, that is f of a less than k less than f of b. Okay, by Bolzano intermediate value theorem, there exists a number c belongs to I with k equal to f of c. ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യണം. എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെങ്കിൽ കെ ഇമേജായി വരുന്ന രീതിയിൽ ഒരു പ്രീ ഇമേജ് ഐ എന്ന് പറയുന്ന ഇൻ്റർവെൽ നമുക്ക് കിട്ടും, സച്ച് ദാറ്റ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് കോമ വൈയിലെ ഏതൊരു പോയിൻ്റ് കെ എടുത്തു കഴിഞ്ഞാലും കെ എവിടെയുണ്ടെന്ന് കിട്ടി, എഫ് ഓഫ് ഐ എന്ന് പറയുന്ന സെറ്റിലുണ്ടെന്ന് നമുക്ക് കിട്ടി. അതിനർത്ഥം ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് കോമ വൈ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓഫ് ഐയിൽ ഏത് 2 പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ആ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് കോമ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് ഐ ആണെന്ന്, എഫ് ഓഫ് ഐയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം, ബൈ ക്യാരക്ടറൈസേഷൻ തിയറം ഓഫ് ഇൻ്റർവെൽസ് യൂസ് ചെയ്ത് എന്ത് പറയാം, എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇൻ്റർവെല്ലാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് കണ്ടിന്യൂസ് ഫങ്ഷൻ ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റും ഒരു ഇൻ്റർവെല്ലാണെന്ന് കിട്ടി. താഴെ ഒരു റിമാർക്ക് തന്നിട്ടുണ്ട്. റിമാർക്കിൽ പറയുന്നത് ഇത്രയാണ്, ഐ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റ് എന്താവണമെന്ന് നിർബന്ധമില്ല, ഒരു ഓപ്പൺ സെറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതായത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെല്ല് ഡൊമെയിൻ സെറ്റ് ഒരു ഇൻ്റർവെല്ല് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, ആ ഇൻ്റർവെല്ലിൻ്റെ സെയിം അതുപോലത്തെ ഒരു ഇൻ്റർവെൽ തന്നെ ആയിരിക്കണമെന്നില്ല എഫ് ഓഫ് ഐ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 + x². I1 ആയിട്ട് ഞാൻ -1,1 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് I1 എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടുന്നത് 1/2, ക്ലോസ്ഡ് 1, അതായത് ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെലാണ് നമുക്ക് അവിടെ കിട്ടുക. അതുപോലെ I2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0, എടുക്കുകയാണെങ്കിൽ എന്നിട്ടും എഫ് ഓഫ് I2 എന്ന് പറയുന്നത് ഓപ്പൺ 0, ക്ലോസ്ഡ് 1 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ഒരു അൺബൗണ്ടഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ മുകളിൽ. ഫോർ എക്സാമ്പിൾ, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 + x². ദെൻ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ആർ. ലെറ്റ് I1 ഈക്വൽ ടു -1,1. ദെൻ എഫ് ഓഫ് I1 ഈക്വൽ ടു ഓപ്പൺ 1/2, ക്ലോസ്ഡ് 1. ഗ്രാഫ് നോക്കി നോക്കൂ. ഗ്രാഫ് നമുക്ക് 0ലാണ് 1 അറ്റൈൻ ചെയ്യുന്നത്. -1,1ൻ്റെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ 1/2, 1 ആണ്, ക്ലോസ്ഡ് 1 ആണ്. ഓക്കെ, അതുപോലെ I2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0, എടുക്കുകയാണെങ്കിൽ എവിടെ വരും, ഓപ്പൺ 0, ക്ലോസ്ഡ് 1.
ആ ഒരു റേഞ്ചാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എൻ ഇൻ്റർവെൽ ഈസ് എൻ ഇൻ്റർവെൽ. ഇറ്റ്സ് നോട്ട് ട്രൂ ദാറ്റ് ദ ഇമേജ് ഇൻ്റർവെൽ നെസസറിലി ഹാസ് ദി സെയിം ഫോം ആസ് ദ ഡൊമൈൻ ഇൻ്റർവെൽ. ഓക്കെ, അടുത്തത് 2 പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നടുത്ത ഈ 2 കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.